ഈശോയും ആത്മാക്കളും എന്നുള്ള ടോപ്പിക്കിൽ ഞാൻ പറയുന്ന ഫൗസ്റ്റീനാമ എന്ന് എപ്പോഴും ഞാൻ പറയുമ്പം ആലോചിക്കണം, അവിടെ നിങ്ങൾ നിങ്ങളുടെ പേര് വെക്കണം. ഞാൻ ഫൗസ്റ്റീനാമയായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ജെറിലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ജെറിലും ഫൗസ്റ്റീനാമയും തമ്മിൽ എത്ര ദൂരം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. എന്തുകൊണ്ട് എന്താ പറയുക, ഈശോ ഫൗസ്റ്റീനാമനെ ചൂസ് ചെയ്തു, ആ ആത്മാവിനെ എന്തുകൊണ്ട് ചൂസ് ചെയ്തു, അവിടെ ഞാൻ എന്താ വന്നുകൂടാ. അപ്പൊ അതിനുള്ളൊരു അന്തരം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആത്മാക്കളോട്ട് നമുക്ക് എങ്ങനെ ഈശോയുടെ കരുണ കൊടുക്കാം. ഇപ്പൊ ഇതാണ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈശോ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. അപ്പൊ നമുക്ക് പെട്ടെന്ന് കിടക്കാം. കുഞ്ഞെണീറ്റു കരഞ്ഞു, സോറി. ഓക്കെ. പാരഗ്രാഫ് 6 എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഈശോ ശരിക്കും ഈ ഫൗസ്റ്റീനാമയെ ചൂസ് ചെയ്യാൻ എന്ന് പറഞ്ഞ കാരണം ഈ ഫൗസ്റ്റീനാമയുടെ നിലനിന്നിരുന്ന ഒരു എളിമയുണ്ട്. ഫൗസ്റ്റീനാമ ഈശോയോട് പറഞ്ഞൊരു യെസ് ഉണ്ട്, ഒരു ഫുള്ളി സറണ്ടർ ഉണ്ട്. ഇപ്പൊ പാരഗ്രാഫ് എസിൽ ഇങ്ങനെ ഫൗസ്റ്റീനാമ ഒരു കാര്യം പറയുന്നുണ്ട്, ഈശോയെ എഴുതുക എന്നത് എനിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അങ്ങ് അറിയുന്നു. എൻ്റെ ആത്മാവിൽ ഞാൻ അനുഭവിക്കുന്നത് വ്യക്തമായി എഴുതി പിടിക്കാൻ എനിക്ക് സാധ്യമല്ല. ഫൗസ്റ്റീനാമ എന്ന് പറഞ്ഞാൽ 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഫൗസ്റ്റീനാമയ്ക്ക് അങ്ങനെ അത്ര കോൺഫിഡൻസ് ഉള്ള ഒരു എഴുതാൻ, കാരണം ഈശോ പറയുന്നത് ആ കോൺവെർസേഷൻ അങ്ങനെ തന്നെ പകർത്തി എഴുതാനുള്ള വിദ്യാഭ്യാസം ഒന്നും ഫൗസ്റ്റീനാമയ്ക്കില്ല. പക്ഷേ ഈശോയോട് യെസ് പറഞ്ഞു, ഈശോയുടെ സ്നേഹം കൊണ്ട് യെസ് പറഞ്ഞു. ആ യെസ് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ യെസ് പറയുമ്പോൾ നമ്മളൊരു ഫുള്ളി സറണ്ടർ, അതായത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊക്കെ നമ്മൾ ആലോചിക്കണം. നമ്മൾ യെസ് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം ഈ ഒരു ഫുള്ളി സറണ്ടർ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന്. ആ ഫുള്ളി സറണ്ടർ നമ്മൾ നടക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഫൗസ്റ്റീനാമയ്ക്ക് കിട്ടിയ ഒരു എനർജിയാണ്, പ്രവർത്തിക്കാനുള്ള ധൈര്യവും ശക്തിയും ഈശോ എൻ്റെ ആത്മാവിൽ പകർന്നു. ഒരാത്മാവിൽ നിന്ന് കർത്താവ് എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അത് നടപ്പിലാക്കാനുള്ള മാർഗങ്ങൾ നൽകുകയും ആത്മാവിനെ കൃപയാൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അതിനാൽ ആത്മാവ് തീർത്തും ദുർഭഗിയാണെങ്കിലും കർത്താവിന്റെ കൽപ്പനയാൽ പ്രതീക്ഷയ്ക്ക് അതീതമായ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിയും. ഇത് പാരഗ്രാഫ് 1090 എന്തെന്നാൽ കർത്താവ് ആത്മാവിന്റെ കൂടെയുള്ളതിന് തെളിവായുള്ള അടയാളമാണിത്. ലാസ്റ്റ് അതിൽ പറയുന്നുണ്ട്, ആ പ്രത്യേക നിമിഷത്തിൽ കർത്താവ് ആവശ്യപ്പെടുന്നത് ചെയ്യാനുള്ള ആന്തരികമായ ശക്തിയാലും എൻ്റെ ആത്മാവെന്ന് അറിയുന്നു. നമ്മൾ ഒരു കാര്യത്തിൽ ഈശോയുടെ യെസ് പറഞ്ഞു ഒരു ടോട്ടൽ സറണ്ടർ നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് എത്ര ഡിഫിക്കൽട്ടുള്ള ടാസ്ക് ആണെങ്കിലും അത് ചെയ്യാനുള്ള ശക്തി നമ്മളിൽ ഈശോ നിറയ്ക്കും. കാരണം നമ്മൾ ഫുള്ളി ട്രസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ യെസ്സിലല്ല, നമ്മൾ യെസ് ആരോടാണോ പറഞ്ഞത് ആ ഈശോയിലാണ് നമ്മൾ എന്താ പറയാ ട്രസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ട്രസ്റ്റ് കഴിഞ്ഞ് വരുമ്പം നമ്മളിൽ നിറയുന്ന ഒരു ഈശോയുടെ സ്നേഹമുണ്ട്. ഇപ്പം 1092 ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, ഫൗസ്റ്റീൻ പറയുന്നത്, ഇന്ന് ദൈവത്തിന്റെ മഹത്വം എന്നെ വലയം ചെയ്തപ്പോൾ അവിടുന്ന് എത്ര വലിയവനാണെങ്കിലും എളിമുള്ള ആത്മാക്കളിൽ കർത്താവ് ആനന്ദിക്കുമെന്ന് എൻ്റെ ആത്മാവ് മനസ്സിലാക്കി. ആത്മാവ് എത്രമാത്രം എളിമപ്പെടുന്നുവോ അത്രമാത്രം ആർദ്രതയോടെ കർത്താവ് അതിനെ സമീപിക്കുന്നു. അത് ഗാഢമായി ഐക്യപ്പെടുന്നുകൊണ്ട് തന്റെ സിംഹാസനത്തിലേക്ക് തന്നെ അവിടുന്ന് അതിനെ ഉയർത്തുന്നു. കർത്താവ് സംരക്ഷിക്കുന്ന ആത്മാവ് എത്രത്തോളം സന്തോഷവതിയാണ്. അപ്പം ഈ ഒരു ആത്മാവിനെ ഈശോ ചൂസ് ചെയ്യുമ്പം ആ ആത്മാവിലുള്ള ഈശോയുടെ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം കൊണ്ട് മറ്റേ ആരെയാണോ ഈശോ ചൂസ് ചെയ്യുന്നത് അവരെ ഈശോ സ്നേഹത്താൽ നിറയ്ക്കും. അപ്പൊ ഈശോയുടെ സ്നേഹം നിറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഉണ്ടാവുന്ന ഒരു വ്യത്യാസമാണ് ഈശോ 890 എന്ന് പറഞ്ഞ പാരഗ്രാഫ് 890 എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആണ്. അത് എല്ലാവരും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇതൊന്നും വായിച്ചില്ലെങ്കിലും പാരഗ്രാഫ് 890 വേറൊരു ഇതും പറയാം, അത് നിങ്ങൾ എന്തായാലും ഇന്ന് വായിച്ചിരിക്കണം. അപ്പൊ അതിലിങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിച്ച് അവിടുന്ന് മുഴുകി, ഞാൻ ഫുൾ ആയിട്ടല്ല, ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് ആണ് വായിക്കുന്നത്. ദൈവത്തെ സ്നേഹിച്ച് അവിടുന്ന് മുഴുകി ജീവിക്കുന്ന ഒരു ആത്മാവ് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് അണയുന്ന അതേ മനോഭാവത്തോടെ ആയിരിക്കും തന്റെ ഉത്തരവാദിത്തങ്ങളെ നിർവഹിക്കുന്നത്. തീരെ നിസ്സാരങ്ങളായ ദൗത്യങ്ങൾ പോലും വളരെ ശ്രദ്ധയോടെ ദൈവത്തിനു മുമ്പിൽ പൂർത്തിയാകും. കുറച്ചു കഴിയുമ്പോൾ അവയെല്ലാം വിജയകരമാവില്ല എന്ന് കണ്ടാലും ആത്മാവ് അസ്വസ്ഥമാകില്ല. അവൾ ശാന്തിയായി നിലകൊള്ളും. കാരണം അവൾ തനിച്ചല്ലെന്ന് അവൾക്കറിയാം. ദൈവമാണ് അവളുടെ ശക്തി. ഞാൻ പറയുന്ന പോയിന്റ് കണക്ട് ചെയ്ത് വരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതായത് ഈശോയിൽ നമ്മൾ ഫസ്റ്റ് സറണ്ടർ ചെയ്ത് കഴിയുമ്പോൾ, ഒരു ഫുള്ളി സറണ്ടർ, ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ, ആത്മാവിന്റെ പ്രചോദനം നമുക്ക് ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മൾ യെസ് ചെയ്ത് ഒരു ഫുള്ളി സറണ്ടർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഈശോയുടെ സ്നേഹത്താൽ നമുക്ക് നിറയ്ക്കും. അത് നിറഞ്ഞു കഴിയുമ്പോൾ നിറഞ്ഞ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മൾ അതിൽ എന്താ പറയുക ഇഗ്നൈറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇപ്പം
ഇപ്പം എന്താ പറയാ, ഇപ്പം ഇപ്പൊ പരിശുദ്ധ ഈ ഫൗസ്റ്റീനമ്മ പറയുന്നുണ്ട്, ഇങ്ങനെ ഓരോ വട്ടം ഓരോ ചലഞ്ചുകൾ വരുമ്പോ ഈ ഈ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഫൗസ്റ്റീനമ്മയ്ക്ക് തന്നെ അറിയത്തില്ല, ഫൗസ്റ്റീനമ്മയ്ക്ക് എങ്ങനെ അത് വരുന്നു എന്ന്. പിന്നെ ഫൗസ്റ്റീന പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ യെസ് പറഞ്ഞു കഴിഞ്ഞിട്ടും ചലഞ്ചസ് ഒന്നും ഫേസ് ചെയ്തിട്ടില്ല എന്ന് പറ്റില്ല. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു തെറ്റാണ്. ഇപ്പൊ എനിക്കും ആദ്യം ഉണ്ടായിരുന്ന തെറ്റാണ്. നമ്മളിങ്ങനെ ഈശോയോട് ഭയങ്കര കട്ടയ്ക്ക് നിന്ന് കഴിയുമ്പോൾ എന്റെ വിചാരം, പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു ലെവൽ ഫ്രണ്ടിലാണ്. അപ്പൊ നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്ത് എല്ലാം അങ്ങ് വിജയിക്കും. നമ്മളിങ്ങനെ ഇപ്പം ഞാനൊരു ഭാര്യയും കുഞ്ഞുങ്ങളും അമ്മയൊക്കെയാണ്. അപ്പൊ നമ്മളിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ അതൊക്കെ അങ്ങ് വിജയിക്കും. കുഞ്ഞുങ്ങളോട് നമ്മൾ പറയുന്നു, പിള്ളേരൊക്കെ അങ്ങ് അടങ്ങി എല്ലാവരും സംസാരിക്കാനും നമ്മൾ അങ്ങനെയാണല്ലോ. അങ്ങനെയാണ് നമ്മൾ ഈശോ നമ്മളുള്ള ബന്ധം കൊണ്ട്. പക്ഷെ അങ്ങനെയല്ല, അതല്ല ഈശോ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈശോ ഇങ്ങനെ നമ്മൾ ഇത് നിറച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈശോ അടുത്തൊരു സ്റ്റെപ്പിലൂടെ നമ്മൾ വളർത്താൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് അടുത്ത് പറയുന്നത്. അതായത് ഈ സ്നേഹം ദൗത്യം നിർവ്വഹണം ഞാൻ പറഞ്ഞല്ലോ. ഇത് ശരിക്കും ഇതിലത്തെ ഓരോ പാസേജ് വായിക്കുമ്പോൾ ശരിക്കും വരുന്ന എന്താ പറയുക, നമ്മൾ ബൈബിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ബൈബിളിൽ ഈശോ പറയുന്നത്, ഈശോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ ഒരു ഫൗസ്റ്റീമ, നമ്മളെപ്പോലെ ഒരു ആത്മാവിനെ ചൂസ് ചെയ്തിട്ട് ഈശോ അതില് പറയാണ്. ഇപ്പം 890 ഞാൻ പറഞ്ഞു, ആ പാരഗ്രാഫ് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും എത്തുന്നത് 1 Corinthians chapter 13 അതിന്റെ 1 to ഫുൾ വേഴ്സസ് ഉണ്ട് സ്നേഹത്തെ കുറിച്ചാണ്. ശരിക്കും ആ സ്നേഹമാണ് ശരിക്കും ഈശോ ഫൗസ്റ്റീനാമയിൽ നിന്ന് എന്താ പറയുക എക്സ്പെക്ട് ചെയ്തത്. അതിന് ഫൗസ്റ്റീനാമയ്ക്ക് അത് ചെയ്യാൻ പറ്റി. ഫൗസ്റ്റീനാമയ്ക്ക് അത് റെസിപ്രോക്കേറ്റ് ചെയ്ത് ഫൗസ്റ്റീനാമയിൽ നിന്ന് ഒരു ആത്മാവിൽ നിന്ന് ഈശോ എക്സ്പെക്ട് ചെയ്ത് എന്താണോ ഈ സ്നേഹം, പ്രതിബന്ധം അറിയുന്നില്ല, ഇതൊക്കെ അത് ഫൗസ്റ്റീനയിൽ നിന്ന് ഈശോയ്ക്ക് കിട്ടി. നമ്മളിൽ നിന്ന് അത് കിട്ടുന്നുണ്ടോ എന്നാണ് ആ ഒരു ചോദ്യചിഹ്നമായിട്ട് നമ്മൾ നിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനെ പോകുന്ന ഒരു ആത്മാവിനെ ഓർക്കരുത് സഹനങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്ന്. ഇപ്പൊ ആത്മാവിന് പാരഗ്രാഫ് 38 ഇങ്ങനെ പറയുന്നുണ്ട്, ആത്മാവിനെ വിശദീകരിക്കാൻ ഈശോ തനിക്ക് ഇഷ്ടമുള്ള ഉപാധികൾ ഉപയോഗിക്കുന്നു. സൃഷ്ടികളെ സംബന്ധിച്ച് തീർത്തും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലൂടെ എന്റെ ആത്മാവ് കടന്നുപോയി. എന്റെ ഏറ്റവും ആത്മാർത്ഥമായ നിയോഗങ്ങൾ പോലും സിസ്റ്റേഴ്സ് തെറ്റിദ്ധരിച്ചു. ഏറ്റവും വേദനാജനകമായ സഹനം. പിന്നെ ഇതുവഴി നാം ഈശോയെ പോലെ ആകുന്നത്, നാം കൂടുതൽ ഈശോയെ പോലെ ആകുന്നത് കൊണ്ട് നാം ഇത് സ്വീകരിക്കണം. വളരെ കാലത്തേക്ക് എനിക്ക് മനസ്സിലാക്കാതെ കഴിയാതിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും എന്റെ സുപ്പീരിയേഴ്സിനോട് പറയാൻ ഈശോ എന്നോട് ആവശ്യപ്പെട്ടു. സോ ഇതിൽ 2 പോയിന്റ്സ് ആണ് ഹൈലൈറ്റ്. അതായത് നമ്മൾ ചിലപ്പം നല്ല ഉദ്ദേശശുദ്ധിയോടെ ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കും. ഈ സ്പിരിച്വലി നമ്മൾ ഭയങ്കരമായിട്ട് ഒരാളോട് സ്നേഹത്തോടെ പറയുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. ആ സഹനം ഈശോ അനുവദിക്കുന്നതാ. അത് നമ്മുടെ വിശദീകരണത്തിനാ. അത് ശരിക്കും ചിലപ്പോൾ നമ്മൾ അപ്പൊ ആ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന വിഷമം അറിയാലോ, നമുക്ക് ഭയങ്കരമായിട്ട് സഹനം വരും. ആ പോയിന്റ് ആണ് നിങ്ങൾക്കുള്ള ഗ്രേസ്. അവിടെയാണ് ഒഴുകാൻ പോകുന്ന ഗ്രേസ്. ആ ഗ്രേസ് ആണ് ഈശോ എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾക്ക് വരുന്ന ഈ തെറ്റിദ്ധാരണകൾ, നമ്മൾ എന്ന ആത്മാവിനെ ഈശോ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ തെറ്റിദ്ധരിക്കപ്പെടുന്നത്, നമ്മളെ എന്താ പറയുക നിഷേധിക്കുന്നത്, നമുക്ക് സ്നേഹം ഇപ്പം ഒരു അമ്മയ്ക്ക് മകനിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം, അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ഭർത്താവിന് ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം, അത് അവരുടെ എന്താ പറയാ അവരുടെ ലൈക്ക് റൈറ്റ് ആണ്. പക്ഷെ അത് കിട്ടുന്നില്ല. പക്ഷെ കിട്ടാതിരിക്കുന്ന സമയത്ത് ഈശോ അനുവദിക്കുന്നതാണ് ആ സഹനം. ആ സമയത്ത് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നത് ഈശോയുടെ സ്നേഹം കൊണ്ടാ. ഈശോയുടെ സ്നേഹം കൊണ്ട് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതൊരു സഹനം ഉണ്ടല്ലോ, ആ സഹനം നമുക്ക് ഈശോയ്ക്ക് കാഴ്ചവെക്കാൻ പറ്റും. ആ കാഴ്ചവെക്കുന്നതിലാണ് നമുക്ക് നമ്മുടെ വിശുദ്ധീകരണവും ആത്മാക്കളെ നേടാനും പറ്റുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് അപ്പൊ സോറി ഇത് കഴിഞ്ഞിട്ട് ഈ സുപ്പീരിയേഴ്സിനുള്ള സാധനം അത് കഴിഞ്ഞ് 1542 ഇങ്ങനെ പറയുന്നുണ്ട്, സിസ്റ്റേഴ്സിന്റെ ഇടയിൽ പോലും ഈശോ പറയാണ്, സിസ്റ്റേഴ്സിന്റെ ഇടയിൽ പോലും നീ ഏകാന്തത അനുഭവിക്കും. നിന്നോട് കൂടുതൽ ഗാഢമായി ഐക്യപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അപ്പോൾ നീ മനസ്സിലാക്കുക. നിന്റെ ഓരോ ഹൃദയ തുടിപ്പിനെയും കുറിച്ച് ഞാൻ തൽപരനാണ്. നിന്റെ സ്നേഹത്തിന്റെ ഓരോ ചലനവും എന്റെ ഹൃദയത്തിൽ പ്രതിഫലിക്കുന്നു. ഞാൻ നിന്റെ സ്നേഹത്തിനായി ദാഹിക്കുന്നു. ഹി തേഴ്സ്റ്റ് ഫോർ യു. ഹി തേഴ്സ്റ്റ്. ഈശോ ആ ദാഹിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, ആ ദാഹം, ആത്മാവിനുള്ള ദാഹം, അവിടെ ഓർക്കണം എന്നെയാ ഈശോ ദാഹിക്കുന്നത്. ഹി തേഴ്സ്റ്റ് ഫോർ മീ. ഹി ഈസ് ജസ്റ്റ് റിയലി വാണ്ട് യു ടു ബി ദേർ ഫോർ ഹിം. ആ ഒരു സംഭവം നമുക്ക് കിടന്നത്. അതായത് എന്തുകൊണ്ട് അതിലാണ് പറയുന്നത്, ഈ സിസ്റ്റേഴ്സിന്റെ ഇടയിൽ പോലും നീ ഏകാന്തത അനുഭവിക്കും. ഇഫ് യു ആർ ഗോയിങ് ത്രൂ എ ലോൺലി ഫേസ്, ഇഫ് യു ഫീൽ നിങ്ങൾ ശരിക്കും ഒറ്റപ്പെടുന്ന, നിങ്ങളുടെ വീട്ടിൽ ഒരു ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങൾ പോകുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് എവിടെയാണ് നിങ്ങൾ ഒരു ഒറ്റപ്പെടുന്ന, സ്കൂളിൽ കോളേജിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഓർക്കണം, ഈശോയ്ക്ക് നിന്റെ മേലൊരു കണ്ണുണ്ട്. ഈശോയ്ക്ക് നിന്റെ മേലൊരു കണ്ണുണ്ട്. ആൻഡ് ഹി എക്സ്പെക്ട്സ് എ ലോട്ട് ഫ്രം യു. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഈശോ ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഈശോ ഈ ദാഹിക്കുന്ന യോഹന്നാൻ 19 അധ്യായം 28 വാക്യത്തിലുണ്ട്, എനിക്ക് ദാഹിക്കുന്നു. ഈ ദാഹമാണ് ഇനി അടുത്തത് പറയുന്നത്. 1690 പാസേജില് ഈശോ പറയുന്നുണ്ട്,
അതായത് നീ ആത്മാക്കളെ എനിക്ക് വേണ്ടി നേടാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പം ഈശോയ്ക്ക് ഉണ്ടായിരുന്ന ഈ ദാഹം ആർക്ക് പകരപ്പെട്ടു? ഫൗസ്റ്റീനാമ്മയ്ക്ക് പകരപ്പെട്ടു. ഫൗസ്റ്റീനാമ്മയ്ക്ക് എങ്ങനെ പകരപ്പെട്ടത്? ഈ ആത്മാവിനെ ഈശോ ചൂസ് ചെയ്ത് ആ ആത്മാവ് സറണ്ടർ ചെയ്ത് ആ ഒരു വിശദീകരണത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ ഈ ഒരു എന്താ പറയാ, ഈ ഈശോയ്ക്ക് ഉണ്ടായിരുന്ന ദാഹം ഫൗസ്റ്റീനാമ്മയ്ക്ക് ആ ദാഹം വരാൻ തുടങ്ങി. അതായത് ഫൗസ്റ്റീനാമ്മ, ഞാൻ 2-3 ഇൻസ്റ്റൻസ് ഞാൻ പാരഗ്രാഫ് പറയുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കോട്ട് ചെയ്ത് പോവാണ്. ഫൗസ്റ്റീനാമ്മ ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ 2 സിസ്റ്റേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞു. അവര് ഈശോ ഇങ്ങനെ കാണിച്ചു കൊടുക്കും, നന്ദിയില്ലാത്ത ഹൃദയങ്ങളായിട്ട് അവർ വരുന്നത്, അതായത് കാഴ്ചയില്ലാണ്ട് വരുന്നത്. ഇതൊക്കെ വരുമ്പോൾ ഫൗസ്റ്റീനാമ്മയ്ക്ക് ഇങ്ങനെ അസ്വസ്ഥത വരും. അങ്ങ് ഹൃദയം പൊട്ടി കരഞ്ഞു എന്നാ പറയണത്. ഹൃദയം പൊട്ടി ഒരു നന്ദിയില്ലാത്ത ആത്മാവിനെ കണ്ട്. അത് ഈശോ ഫൗസ്റ്റീനോട് പറഞ്ഞിട്ടുണ്ട്. എന്താ ഇങ്ങനെ എന്റെ അനുഗ്രഹങ്ങൾ മാത്രം മതി എല്ലാവർക്കും, ആർക്കും എന്നെ വേണ്ട, എന്നെ ആർക്കും വേണ്ട, എന്റെ അനുഗ്രഹങ്ങൾ മാത്രം മതി. ഈ എല്ലാവർക്കും ഒരു നന്ദി ഇല്ലാത്തൊരു, അപ്പൊ അത് ഫൗസ്റ്റീനാമ്മനെ ഭയങ്കരമായിട്ട് വേദനിക്കാൻ തുടങ്ങി. അപ്പം ഈശോയ്ക്ക് ഓരോ ആത്മാവിലും ഉണ്ടായിരുന്ന ഓരോ ദാഹം ഉണ്ടായിരുന്നല്ലോ, അത് ശരിക്കും ഫൗസ്റ്റീനാമ്മയിൽ നിന്നു. ഫൗസ്റ്റീനാമ്മയ്ക്ക് ഇങ്ങനെ ഓരോ ആത്മാക്കളെ കാണുമ്പം ഈശോയ്ക്ക് വേണ്ടി നേടാൻ ചെയ്യും. അതിനു വേണ്ടി ഫൗസ്റ്റീനാമ്മ തന്നെ എഫേർട്ട് എടുത്ത് പ്രാർത്ഥിക്കും. അപ്പൊ ഫൗസ്റ്റീനാമ്മയുടെ ഈ ഓരോരോ കാര്യങ്ങൾ ഫൗസ്റ്റീനാമ്മ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി കാഴ്ചവെക്കും. അതുപോലെ ഫൗസ്റ്റീനാമ്മയ്ക്ക് ഈ ഒരു ഗ്രേസ് കിട്ടി. അതായത് ഫൗസ്റ്റീനാമ്മയുടെ അടുത്ത് ആര് വന്നാലും ആ ആത്മാവ് ഗോത്രൂ ചെയ്യുന്ന ഇമോഷൻസ് ഫൗസ്റ്റീനാമ്മയ്ക്ക് കിട്ടും. അപ്പൊ ഫൗസ്റ്റീനാമ്മ നന്ദിയില്ലാത്ത ഇത് പറഞ്ഞു. പിന്നെ അതുപോലെ അവർ ഗോത്രൂ ചെയ്യുന്ന വല്ല സ്പിരിച്വൽ സ്ട്രഗിൾസിന് ഒരു അച്ഛനും ഇതുപോലെ അടുത്ത് വന്നപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് ഫൗസ്റ്റീനാമ്മ ഈശോയുടെ മുറിവിലോട്ട് കാഴ്ച വെച്ചിട്ട് ആ മുറിവുകളിൽ നിന്ന് ഒഴുകുന്ന തിരക്തം ഈ അച്ഛനിലോട്ട് ഒഴുക്കി അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ച് അച്ഛനെ ശരിക്കും ഈശോയ്ക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ അച്ഛനോ ഈ പ്രാർത്ഥിക്കുന്ന ആത്മാക്കളോ ആരും അറിയുന്നില്ല കേട്ടോ ഫൗസ്റ്റീനാമ്മ ചെയ്യുന്നത്. ഈ ഡയറി ഒരു 80 വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇത് വായിക്കുമ്പോഴാണ് നമുക്കിത് മനസ്സിലായി. ചിലപ്പോൾ അവരും ഇത് വായിക്കുന്നത്, ഇത് അംഗീകരിക്കാൻ തന്നെ ഒരു 40 വർഷം എടുത്തു എന്ന് ഓർക്കണേ. ഈ ഒരു ആത്മാവ് ഒരു റൂമിലിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു മഠത്തിൽ ഇരുന്ന് ചെയ്ത കാര്യങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വിളി നമുക്കും ഉണ്ട്. നമ്മൾ ഈ കൊട്ടിഘോഷിക്കണം എന്നില്ല എല്ലാവരോടും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി 10 കരണ്ടൊക്കെ ഒന്ന് ചെല്ലിയതൊന്നും ആരോടും പറയണില്ല. പക്ഷെ ഒരു ആത്മാവ് നമുക്ക് അവിടെ നശിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞ്, നമ്മൾ അപ്പുറത്തെ വീട് ചിലപ്പോൾ നമ്മൾ പറയും, ഓ ആ കൊച്ചു ചെക്കൻ എന്തൊരു വഴിവരിച്ച ചെക്കനാ, അത് അങ്ങനെ പോകണം, അതൊക്കെ എന്തായിരിക്കും, ആ അപ്പനമ്മ എന്തോരം പ്രാർത്ഥിച്ചിട്ടുണ്ടായതാ, എന്നിട്ട് കണ്ടില്ലേന്ന് പറഞ്ഞിട്ട് നമ്മൾ കമന്റ് പറയുന്നുണ്ടല്ലോ. കമന്റ് പറയരുത്. അവിടെ മുട്ടുമേ നിൽക്കുക. ആ അമ്മയുടെ വേദന നിന്റെ വേദനയായിട്ട് മാറണം. മറ്റുള്ളവരുടെ വേദന കണ്ട് അവരെ പഴിച്ച് അവരോട് മറ്റുള്ളവരെ പറഞ്ഞ് നടക്കുന്നതല്ല. അവരുടെ വേദന നമ്മുടെ വേദനയായിട്ട് നമ്മൾ എന്ന് മാറി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമ്മളും ഫൗസ്റ്റീനാമ്മ വിളിക്കപ്പെട്ടതാണ്. അടുത്തെന്ന് പറഞ്ഞാൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത്. അത് ഈശോയ്ക്ക് കരുണ. നമ്മൾ ഇത്രയും ദിവസം കിടന്ന് ഈ മരണാസന്നത്തിൽ, അതായത് ഈ അവസാനം മരിക്കുന്ന സമയത്ത് വരെ ഈശോ കരുണ ഒഴുക്കാൻ ഇങ്ങനെ കൈനീട്ടി നിൽക്കുക. അപ്പം ഈ 2 ഡിസ്റ്റൻസിൽ, അതായത് ഇവിടെയാണ് മരിക്കാൻ കിടക്കുന്ന ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ ഈശോ ഇവിടെ നിൽക്കുവാണ് ഈ അറ്റത്ത് വരെ. എങ്ങനെയെങ്കിലും ഇവരൊന്ന് എന്റെയിലേക്ക് ഒന്ന് നോക്കിയിരുന്നെങ്കിലും, ഈ നോട്ടം കിട്ടാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം എല്ലാ നിമിഷവും എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ട ഒരു വിഭാഗമാണ് മരണാസന്നരായി കിടക്കുന്നത്. ഈ ലോകത്തിന്റെ ഏത് കോർണറിൽ ഇരുന്ന ആൾക്കാർക്കായാലും നമ്മുടെ പ്രാർത്ഥന എത്തും. അപ്പൊ നമ്മൾ ഈ മരണാസന്ന, ഇപ്പം ഫൗസ്റ്റീനാമ്മ ഇങ്ങനെ ഒരു ദൃശ്യം കാണാണ്. ഇങ്ങനെ ഒരാൾ ഒരു ബെഡിൽ നിൽക്കുവാണ്. അതെ, ഈ സാത്താന്റെ കുറച്ച് ശക്തികൾ ഈ ആത്മാവിനെ കൊണ്ടുപോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. ഫൗസ്റ്റീനാമ്മയ്ക്ക് അപ്പം ഈ ദർശനം ഫൗസ്റ്റീനാമ്മ അപ്പം ഒരു കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. ഈ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത് കാവൽമാലക സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആത്മാവിനെ. എല്ലാ ആൾക്കാർക്കും കാവൽമാലക ഉണ്ടെന്ന് അറിയാലോ. അപ്പം ഈ കാവൽമാലക ശ്രമിക്കുന്നുണ്ട് ഈ ആത്മാവിനെ രക്ഷിച്ച് ഈശോയുടെ, പക്ഷെ പറ്റുന്നില്ല. ഒരാളുടെ പ്രാർത്ഥന എവിടെയാണ്. അപ്പം ഫൗസ്റ്റീനാമ്മ ആ സമയത്ത് കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഈ ആത്മാവിന് പെട്ടെന്ന് ഈ അദൃശ്യത്തിൽ വിട്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ ആ ആത്മാവിനെ ശരിക്കും ശാന്തമായിട്ട് മരിക്കാൻ പറ്റി. ഇതുപോലെ 2-3 ഇൻസിഡൻസ് പറയുന്നുണ്ട്. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ കല്യാണ വീടുകളിൽ പോകുമ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇൻട്രസ്റ്റാ. പക്ഷെ നമ്മൾ ഏറ്റവും അധികം പോകേണ്ടത് ഒരു മരണ വീട്ടിലോട്ടാ. ആ മരണ വീട്ടിൽ ആ ആത്മാവിന് ആ സമയത്ത് നമുക്ക് ചാൻസ് ഉണ്ട്. എന്താ പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗികൾ നമ്മൾ മരണാസന്നരായി കിടക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് ആ ആത്മാവിനെ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ. കാരണം ആ ആത്മാവ് എത്തേണ്ടത് ക്രിയേറ്ററിന്റെ അടുത്താണ്. ആ ക്രിയേറ്ററിന്റെ അടുത്ത് എത്താത്തോളം അതൊരു ദാഹമാണ്, അവിടെ തൊട്ടുള്ള ദാഹമാണ്. അപ്പൊ ആ ആത്മാവ് നശിക്കാതെ പ്രാർത്ഥിക്കേണ്ട കടമ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇതിൽ നമുക്ക് ആർക്കും ഒഴിവ് കഴിവില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ ഈ ദാഹത്തിന്റെ കാര്യം പറഞ്ഞു. ശരിക്കും ഇപ്പം ഇവിടെയുള്ള പലർക്കും
ഇവിടെയുള്ള പലർക്കും ഓരോരോ ജീവിത സാഹചര്യം കൂടെ നമ്മൾ കടന്നു പോവാണ്. അപ്പൊ ഈ കടന്നു പോകുമ്പോൾ നമുക്ക് ചില സമയത്ത് എന്താ പറയാ സ്റ്റക്ക് ആകും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലൈറ്റും കാണത്തില്ല. ഇപ്പം നമുക്ക് ദാഹിച്ച് മോഹിച്ച് കിട്ടിയ ഒരു ജോലി, ആ ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ കിട്ടും. സാറ്റിസ്ഫാക്ഷൻ അല്ല, അവിടെയുള്ള എല്ലാവരും നമ്മളെ അങ്ങോട്ട് ഇടിക്കുന്നു ഇങ്ങോട്ട് ഇടിക്കുന്നു, കുറ്റം പറയുന്നു, എല്ലാം ചെയ്യുന്നു. നമുക്ക് ലൈറ്റ്, അപ്പൊ നമുക്ക് ഈ ജോലിയിൽ നിന്ന് മാറണം. പക്ഷെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അത്ര ഇതല്ല. ഞാൻ ജസ്റ്റ് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാണ് ഒന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി. ആ സമയത്തും ലൈറ്റ് കാണാൻ പറ്റാത്ത ആ അവസ്ഥയിലും അവിടെ നിന്ന് നമുക്ക് പറയാൻ കഴിയണം, ഈശോയെ ഐ ട്രസ്റ്റ് ഇൻ യു. അല്ലാണ്ട് ആ സമയത്ത് നമ്മൾ എപ്പോഴും നമ്മുടെ മാനസിക രീതിയിൽ നമ്മൾ കംപ്ലൈന്റ് അങ്ങ് തുടങ്ങും. ദൈവമേ, ഞാൻ ഇങ്ങനെ നീ പ്രാർത്ഥിച്ചിട്ടല്ലേ കിട്ടിയത്, ഞാൻ ഇവിടെ ധ്യാനത്തിന് പോയിട്ടല്ലേ ഈ ജോലി നീ എനിക്ക് തന്നത്, എന്നിട്ട് കണ്ടോ ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മളപ്പോ തുടങ്ങും ഒരു 4-5 അങ്ങോട്ട് പറയാൻ. അപ്പൊ ആ സമയത്ത് പറയണ്ടേ, ഇപ്പൊ ഇങ്ങനെയൊക്കെ അവസരങ്ങളിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രാർത്ഥനയാണ്, യേശുവിന്റെ ഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരുജലമേ തിരക്തമേ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഓ ബ്ലഡ് ആൻഡ് വാട്ടർ വിച്ച് ഗഷ് ഫ്രം ഹാർട്ട് ഓഫ് ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. ഈ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവാ. നിങ്ങളിപ്പം എന്റെ ബാക്കിൽ കാണുന്നുണ്ടല്ലോ ഈ തിരുജലവും തിരുരക്തവും. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരം. ജീവിതത്തിന്റെ നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും നമ്മൾ ഈ തിരുജലവും തിരുരക്തവും നോക്കി പറയാണ്, ജീസസ് ഐ ട്രസ്റ്റ് യു എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് ഒരു കുഞ്ഞു കാര്യമല്ല. തിരുരക്തവും തിരുജലവും എന്ന് പറഞ്ഞ സഭയാണ്. ഈശോ നിങ്ങൾക്ക് കിട്ടിയ സാക്രമെന്റ്സ് ആണ്. ഓരോ ദിവസം റിസീവ് ചെയ്യുന്ന ഈശോയുടെ തിരുശരീരവും തിരുരക്തത്തെ ഓർത്താണ് നമ്മൾ പറയുന്നത്. നമ്മൾ ചില വിശ്വാസ പ്രമാണം ചൊല്ലുന്ന ഇതില്ലേ, ചില സമയത്ത് നമുക്ക് ഇതൊന്നും പ്രാർത്ഥിക്കാൻ പറ്റാത്ത നിമിഷങ്ങൾ ഉണ്ടാവും. ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റാണ്ടാവുമ്പോൾ നമ്മൾ പറയാൻ പറ്റുന്ന ഒരു ഇതാണ്, ഈശോയെ ഐ ട്രസ്റ്റ് ഇൻ യു. ആ സമയത്ത് ഇതും കൂടെ, ഈ ഈശോയുടെ തിരുഹൃദയം ഒഴുകിയിറങ്ങിയ തിരുജലമേ തിരുരക്തമേ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഈ ശരണപ്പെടുക എന്ന് പറഞ്ഞ് നമ്മൾ ആ തിരുരക്തവും തിരുജലവും കൂടെ അങ്ങ് എടുത്ത് പൊക്കുമ്പോഴുണ്ടല്ലോ, എന്റെ മക്കളെ, സത്യമായിട്ട് ഞാൻ പറയുന്നത്, ഈ ലോകത്തിന്റെ ശരിക്കും ജീവിക്കുന്ന സത്യമാണ് നമ്മൾ പറയുന്നത്. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ഇഗ്നൈറ്റ് ഈ സറണ്ടർ ചെയ്യുമ്പോൾ നമ്മുടെ പരിശുദ്ധാത്മാവാണ് ഇഗ്നൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സറണ്ടർ ചെയ്ത് നമ്മൾ ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ കത്തിക്കുക ചെയ്യുന്നത്. ഈ പരിശുദ്ധാത്മാവിനെ കത്തിച്ചു കഴിഞ്ഞാണല്ലോ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആ എളിമയിൽ നിന്ന് വരുന്ന ഈ ഒരു ഇഗ്നിഷനാണ് ആ വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും ഈ ഫൗസ്റ്റീനെ പോലെ നമുക്ക് ആത്മാക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് നിൽക്കാൻ പറ്റും, നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി നിൽക്കാൻ പറ്റും. ഇപ്പം ഫൗസ്റ്റീനയുടെ ജീവിതത്തിൽ ഒരു അനുഭവം കൂടി, ലാസ്റ്റ് അനുഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാണെങ്കിൽ, ഇപ്പം ഒരു ദിവസം ഈശോനോട് പറഞ്ഞു, ഞങ്ങൾ രാജ്യത്തിലെ ഏറ്റവും മനോഹരമായ നഗരത്തിന് വാർസോ ആക്കാം, ഒരു നഗരം കാണിച്ചു എന്ന് പറഞ്ഞു ഈശോ നശിപ്പിക്കാൻ പോവാന്ന്. എന്നിട്ട് 7 ദിവസം ഫൗസ്റ്റീന പോയി വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചു. 7-ാം ദിവസം ശരിക്കും ഈശോ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് അതിന്റെ മുകളിൽ കുരിശ് വരച്ചു എന്ന്. എന്നിട്ട് ഈശോ പറഞ്ഞൊരു വാക്ക, നിന്നെ ഓർത്ത് ഞാൻ ആ രാജ്യത്തെ അനുഗ്രഹിക്കുന്നു എന്ന്. നിന്നെ ഓർത്ത്, ഒരു ഫൗസ്റ്റീനാമയെ ഓർത്ത് അനുഗ്രഹിച്ചെങ്കിൽ ഇന്ന് ഇവിടെ ഇരുന്ന് കേൾക്കുന്ന ഇപ്പൊ 400-500 പേരെ കേൾക്കുന്നുണ്ട്. ഈ ഓർത്ത് നമ്മളായിരിക്കുന്ന സ്ഥലത്ത്, ഇപ്പൊ ഞാൻ നിൽക്കുന്നത് സാന്റിയാഗോ എന്ന സ്ഥലത്താ, എന്നെ ഓർത്ത് എന്നെ നോക്കി ഈശോയ്ക്ക് പറയാൻ പറ്റണ്ടേ, ജെറിലിനെ ഓർത്ത് സാന്റിയാഗോനെ അനുഗ്രഹിക്കുന്നു. ബൈബിളിൽ നമ്മൾ ഇങ്ങനത്തെ കുറെ കഥാപാത്രങ്ങൾ കാണുന്നുണ്ട്. കഥാപാത്രങ്ങള് റിയൽ ആൾക്കാരാണ്, സോറി വേർഡ് തെറ്റിപ്പോയത്. എന്താ പറയാ, ജോസഫിനെ ഓർത്ത് നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ട്, മോശേനെ ഓർത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. മോശയ്ക്ക് പൂർവ്വം ഈശോ ശരിക്കും പോകുമ്പോ എന്താ ഈശോ ദൈവത്തെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന മോശ, ദൈവമേ അവരെ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് കയ്യും ഉയർത്തി നിന്നത് മോശയാണ്. അപ്പൊ നമ്മൾ ഒരു വീട്ടിലെ ആരായിട്ട് വിളിക്കപ്പെട്ടതാ, ഒരു വീട്ടിലെ ജോസഫ് ആവാനും മോശ ആവാനും സിസ്റ്റർ ഫൗസ്റ്റീന ആവാനും ജെറിലാവാനും ആണ് നമ്മൾ ഓരോരുത്തരെയും വിളിച്ചേക്കുന്നത്. ജെറിൽ നിന്ന് ഞാൻ പറഞ്ഞത്, ഈശോ എന്നെ നോക്കി അതുപോലെ ചെയ്ത് ഒരു ആത്മാവിനെ നോക്കി ഈശോ അസൂയപ്പെടുന്നു എന്ന് പറയാം. യാക്കോബ് 4:5 പറഞ്ഞത്, എന്റെ ആത്മാവിനെ നോക്കി ഈശോ അസൂയപ്പെടുന്ന ഒരു ഈശോയെ എനിക്കുള്ളത്. അപ്പം നമ്മളെല്ലാവരും ഓരോരുത്തരെയും നോക്കി അസൂയപ്പെടുന്നതും ഒരുപാട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഈശോ ആണ് നമുക്ക്. ഈശോയുടെ കരുണയിൽ നമ്മൾ ആശ്രയിക്കാം. നമ്മുടെ ഏത് നിമിഷത്തിലും ഏത് പ്രതിസന്ധിയിലാണ് നമുക്ക് പറയാൻ സാധിക്കണം, ഈശോയെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു, ഐ ട്രസ്റ്റ് ഓൺലി ഇൻ യു. Thank you.